Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നോർത്ത് കേരളയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കോഴി നിറച്ചതിൻ്റെ റെസിപ്പിയാണ് എൻ്റെ വേർഷനിൽ. കണ്ടു നോക്കാം. അപ്പോൾ ഈ കോഴി നിറച്ചത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ മാരിനേറ്റ് പ്രിപ്പയർ ചെയ്യാം. ഈ ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തതാണ്, ജിഞ്ചറും 1 ടീസ്പൂൺ, ഒരു നാരങ്ങയുടെ നീര് ഏകദേശം 3 ടീസ്പൂണോളം ഉണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലൂടെ ചേർക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 100 ചെറിയ ചിക്കനാണ്, 1 കിലോയും 100 ഗ്രാമും ഉണ്ട്. ഈ മാരിനേഡ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാരിനേഡ് ചിക്കനിൽ നന്നായിട്ട് പുരട്ടുക. ചിക്കൻ ഞാൻ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്, കാലയിലും പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റും എല്ലാം നന്നായിട്ട് ഗ്യാഷസ് ഇട്ടിട്ടുണ്ട്, വരഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് റബ്ബ് ചെയ്ത് മാരിനേഡ് എല്ലാം നന്നായിട്ട് ചിക്കനിലേക്ക് പുരട്ടുക. ചിക്കൻ്റെ അകത്തും പുരട്ടാൻ നോക്കണം, ക്യാവിറ്റിയിലും മാരിനേഡ് തേക്കുക. മാരിനേഡ് എല്ലാം പുരട്ടിയ ചിക്കന് നമുക്കൊരു മിനിമം 1 hour മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ചിക്കൻ വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. 1 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ എപ്പോഴും കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാനായിട്ടുണ്ട്, അതോടെ അരച്ച് വെക്കാം. അതിനായിട്ട് മിക്സി ജാറിലേക്ക് 3 പച്ചമുളക്, 3 or 4 എരിവ് അനുസരിച്ച് എടുക്കാം. ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, ജീരകവും തേങ്ങയുടെ ഒപ്പം ഉണ്ട്, ഒരു 8-10 ചുവന്നുള്ളി. ഇതിനൊപ്പം 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 1 ടീസ്പൂൺ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ. ഇത്രയും സാധനങ്ങൾ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നരച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാനുണ്ട്, ഒരു ചെറിയ പിടി മല്ലിയില. ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തു, മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് അരച്ചെടുത്തു. ഇനി നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിനിമം 1 hour വെക്കുക, അതാണ് മോർ ടേസ്റ്റ്. സമയം ഉണ്ടെങ്കിൽ 3-4 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്താൽ ബെറ്റർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. നമ്മൾ ഹോൾ ചിക്കൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇച്ചിരി വലിയ വലുപ്പമുള്ള പാത്രം യൂസ് ചെയ്യുക. ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒരു 1/4 കപ്പോ എല്ലാം ഒഴിക്കുക. ഇച്ചിരി നന്നായിട്ട് എണ്ണ വേണം, ഫ്രൈ ചെയ്തെടുക്കുവാണല്ലോ. അപ്പം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
എല്ലാ സൈഡും ബ്രൗൺ ആകുന്ന വരെ വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. ടേൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ ടേൺ ചെയ്യുക. സൈഡ്സ് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. 4 സൈഡ്സും ബ്രൗൺ ആകുന്ന വരെ, ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ടേൺ ചെയ്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ കുക്കാവത്തില്ല, ജസ്റ്റ് ആ പുറത്ത് കൊടുത്തേക്കുന്ന മസാല ഒന്ന് കുക്കാവത്തേ ഉള്ളൂ. ചിക്കൻ എല്ലാ സൈഡും ബ്രൗൺ ആയി, നമുക്ക് മാറ്റാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമ്മളിനി ചിക്കനകത്ത് നിറയ്ക്കാനുള്ള മസാലയും ഗ്രേവി ആയിട്ടുള്ള മസാലയും കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സെയിം ഓയിലിലേക്ക് സവോള, ഒരു 2 വലിയ സവോളയാണ്, അത് ഇടാം. സവോളയിലേക്ക് കുറച്ച് ഉപ്പ്, ഈ ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കാം. ഇഞ്ചി ചതച്ചത് 2 ടീസ്പൂൺ, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് ചിക്കനകത്ത് വെക്കാനുള്ള ഫില്ലിങ്ങുമാണ്, പ്ലസ് ഗ്രേവിക്കും കൂടിയുള്ള മസാല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ്, കറിവേപ്പില, ഒപ്പം തന്നെ ഇനിയും ബാക്കിയുള്ള മസാലകളും കൂടെ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. മസാല ബേൺഡ് ആവല്ല. ഒപ്പം തന്നെ ടൊമാറ്റോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 1.5 വലിയ ടൊമാറ്റോ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആവുന്ന വരെ കുക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇട്ട ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ടൊമാറ്റോസും നന്നായിട്ട് ഉടനെ പേസ്റ്റ് പോലായി. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചേക്കുന്ന അരപ്പ്, മല്ലിയില, നമ്മൾ നട്ട്സ് എല്ലാം കൂടെ അരച്ചല്ലോ, ആ അരപ്പിനകത്തേക്ക് ചേർക്കാം. ഈ അരപ്പ് മൂക്കുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സാധാരണ നമ്മൾ ഫില്ലിങ് കൊടുക്കുമ്പോൾ ഉള്ളിയൊക്കെ ഒരുപാടങ്ങ് അലിഞ്ഞ് ചേരുന്നതിന് മുമ്പായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എടുക്കുന്നത്. ഞാൻ ഇച്ചിരിയുടെ കഴിഞ്ഞിട്ട് ഇച്ചിരി പേസ്റ്റ് ആകുന്നൊരു സ്റ്റേജിലാണ് ഞാൻ എടുക്കാറ്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ച് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റുക. മതിയാവും. ഇതിനെ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ ഫില്ലിങ് ചൂടാറണം. ചൂടാറിയ ശേഷം നമുക്ക് ചിക്കനകത്തേക്ക് സ്റ്റഫ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ് കൂളായിട്ടുണ്ട്. ഇനിയും ചിക്കനെ ഈ ഫില്ലിങ് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ ഈ ക്യാവിറ്റിയിലേക്ക് കുറച്ച് ഫില്ലിങ് കൊടുക്കാം. ഒരു എഗ്ഗും കൂടെ വെക്കാം. നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ ഫില്ലിങ് ചിക്കനിൽ സ്റ്റഫ് ചെയ്തു, നിറച്ചു. കോഴി നിറച്ചാണല്ലോ, അപ്പോൾ നിറച്ചു. ഇനിയും നമുക്ക് ഇത് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ട്വൈൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ എടുക്കുക. ഇതേപോലെ നല്ല വണ്ണമുള്ള സൂചി എടുക്കുക, ട്വൈനും കിട്ടും. ട്വൈൻ ഉപയോഗിച്ച് തയ്ച്ചെടുക്കുക. നമ്മൾ തുണി തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കുക.
ഓക്കെ, നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ബാക്കി എക്സസ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഈ കാല് തമ്മിലൊന്ന് ടൈ ചെയ്തിടുക. വീണ്ടും നമ്മൾ ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് ഒന്ന് കോട്ട് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കും. അപ്പം വീണ്ടും പാൻ ഹീറ്റ് ചെയ്യാം. ഈ മസാല നന്നായിട്ട് ചൂടാകുമ്പം ചിക്കൻ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഈ മസാല മീറ്റിൽ നന്നായിട്ട് പൊതിയുന്ന പോലെ നന്നായിട്ട് ഇളക്കുക. ഈ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. അങ്ങനെ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തു. ഈ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അടച്ച് വെച്ച് ഒരു 30 മിനിറ്റൊക്കെ എടുക്കും യൂഷ്വലി കുക്കാവാൻ. ചിക്കൻ്റെ വലുപ്പം അനുസരിച്ച് 30 തൊട്ട് 40 മിനിറ്റ് വരെയൊക്കെ എടുക്കാം. ഇത് ചെറിയ കോഴി ആയതുകൊണ്ട് 30 മിനിറ്റും കൊണ്ടാവണം. അപ്പോൾ എപ്പോഴും ഈ സമയത്ത് ഗ്രേവിയുടെ ടേസ്റ്റ് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് പെപ്പറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സവാള വരട്ടാൻ നേരത്തും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ടേൺ ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡും കുക്ക് ആവാനായിട്ട് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ടേൺ ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചിക്കൻ ഒരു 30 മിനിറ്റോളം കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക്ഡായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് നമുക്ക് പെപ്പർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, എരിവ് നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, നല്ലൊരു പിഞ്ച് ഗരം മസാല. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇതിലുള്ള ഗ്രേവി നല്ല തിക്കാവണം. തിക്കാവുന്നവരെ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്ത് നല്ല തിക്ക് സോസായി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിക്കായി. ഇനി ഈ സോസ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില, നമ്മുടെ ഫ്ലേവർ ബോം കുറച്ച് ആഡ് ചെയ്യാം. ഓഫ് ചെയ്തു. ചിക്കൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. നമ്മുടെ ഈ കോഴി നിറച്ചത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിലും എക്സലൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഇത് മിസ് ഔട്ട് ചെയ്യില്ല. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഒരു വെറൈറ്റി ഡിഷാണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.